ശ്രീ പിണറായി വിജയന്റെയും CPM-ന്റെയും ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ് ജയകുമാർ സാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി കൊണ്ടുവരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഏറ്റവും രീതിയിൽ നന്നാക്കിയത് നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുകാരനുമായ ഒരു ശ്രീ ജി സുധാകരനാണ്. അയ്യപ്പന്റെ നിർണയമാണത്. നിയമനം ശ്രീ പിണറായി വിജയന്റെ ആയിരിക്കും. രാഹുൽ ഈശ്വർ, ദേവസ്വം ബോർഡിന്റെ ഭരണം എന്നത് വിശ്വാസികളുടെ പക്ഷത്തായിരിക്കണം, വിശ്വാസിയായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് വാദം പല കാലങ്ങളായി ഉയർന്നു വന്നിട്ടുള്ളതാണ്. രാഷ്ട്രീയ നിയമനങ്ങൾക്കെതിരായ വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ കെ ജയകുമാറിനെ പോലെ ഒരു ആൾ ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതിനെ രാഹുൽ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, CPM ഗവൺമെന്റിനെതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു ഇടതുപക്ഷ വിരുദ്ധനാണ്. പക്ഷേ ശ്രീ പിണറായി വിജയന്റെയും CPM-ന്റെയും ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ് ജയകുമാർ സാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി കൊണ്ടുവരുന്നത്. കാര്യം, ധാരാളം അനുഭവ പരിചയം, ശബരിമലയിലെ കാര്യങ്ങൾ ഏറ്റവും ഇഫക്റ്റീവ്ലി കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, സർവ്വസമ്മതനാണ്, കലാകാരനാണ്, എഴുത്തുകാരനാണ്, എല്ലാവരോടും സോഫ്റ്റായി സംസാരിക്കുന്ന, വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും കഴിയുന്നത്ര ആൾക്കാരെ കേട്ടു മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ജയകുമാർ സാറിനെ കൊണ്ടുവന്നത് സാധാരണ വിശ്വാസികൾക്ക് വലിയ ആശ്വാസം തരുന്നൊരു കാര്യമാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് അവിടെ വിശ്വാസികൾ ഭരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം, സംശയമൊന്നുമില്ല, നിരീശ്വരവാദികളല്ല. പക്ഷേ അത് മാത്രമാകരുത് മാനദണ്ഡം. ഉദാഹരണം, ശബരിമലയിലെ ഏറ്റവും മികച്ച ദേവസ്വം മന്ത്രിമാരിൽ ഒരാൾ, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഏറ്റവും രീതിയിൽ നന്നാക്കിയത് നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുകാരനുമായ ഒരു ശ്രീ ജി സുധാകരനാണ്. കോൺഗ്രസിന്റെ പ്രയാർ സാറിന്റെയും അജയ് തറയിൽ സാറിന്റെയും ബോർഡാണ് ഏറ്റവും മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് ഹിന്ദു ഐക്യത്തിന് വേണ്ടിയൊക്കെ ശ്രമിക്കുകയും മലയരന്മാരിലേക്ക് അടക്കം റീച്ച് ഔട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് പ്രയാർ സാറിന്റെയും അജയ് തറയിൽ സാറിന്റെയും ബോർഡാണ്. കുമ്മനം ചേട്ടനെ പോലൊരു വ്യക്തി കഴിഞ്ഞ 40-50 വർഷമായി ശ്രീ കുമ്മനം രാജശേഖരനെ പോലെ RSS BJP പാളയത്തിൽ നിന്നൊരു വ്യക്തിയാണ് ശബരിമലയ്ക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് അയ്യപ്പന് വേണ്ടി നിന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശ്രീ കുമ്മനം, ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ളവർ ശബരിമലയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം ഒരു മാനദണ്ഡമാകരുത്. പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയിൽ ഇപ്പോൾ നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി അവിടെ ചെന്ന് തീർത്ഥം കയ്യിലെടുത്ത് താഴെ ഒഴിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. കാര്യം, ലക്ഷക്കണക്കിന് ഭക്തർ മണിക്കൂർ കണക്കിന് ക്യൂ നിന്നാണ് ഫ്രണ്ടിൽ പോയി നിൽക്കാൻ അവസരം കിട്ടുന്നത്. ഇപ്പോൾ വാസവൻ സാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ പല ഫോട്ടോകൾ വന്നു. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു അവർ അവിടെ വന്ന് അയ്യപ്പനെ തൊഴുതു നിൽക്കുമ്പോൾ പുള്ളി തൊഴാതെ സൈഡിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. കാര്യം, അദ്ദേഹത്തിന്റെ റൈറ്റ് ആണ് തൊഴുകയോ വേണ്ടയോ എന്ന് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഒരു വിഷമമുണ്ട്. പക്ഷേ ജയകുമാർ സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിവുകൊണ്ട്, അറിവുകൊണ്ട്, അനുഭവപരിചയമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. ഒരുപക്ഷെ നമ്മളെക്കാൾ എല്ലാം ആഴത്തിൽ അയ്യപ്പനെ കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് ജയകുമാർ സാർ. ജയകുമാർ സാർ വന്ന് ക്ലീനപ്പ് ചെയ്യണം. പിന്നെ നേരത്തെ ശ്രീ നിജേഷ് ജി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് മുമ്പ് ചെയ്തു പോയ കള്ളത്തരങ്ങൾ ഇല്ലാതാകുന്നില്ല. അതായത് അയ്യപ്പന്റെ സ്വർണം കട്ടു, ഹൈസ്റ്റ് ആൻഡ് പ്ലണ്ടർ എന്ന് ഹൈക്കോടതി എടുത്തെഴുതിയിരിക്കുന്ന, അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്തു എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്ന 8ഓളം ഈ ഇന്ററിം വെർഡിക്റ്റ് അല്ലെങ്കിൽ ഇടക്കാല വിധിന്യായങ്ങളിൽ അതിരൂക്ഷമായ ഭാഷയിൽ കട്ടൊരുത്തനെയും വെളിവിടില്ലെന്ന്. സാധാരണ കോടതിയുടെ ഭാഷ അത്രയും വൈകാരികമാകാറില്ല. ഈ കോടതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജാ വിജയരാഘവൻ സാറിനെയും ജയകുമാർ സാറിനെയും വിധി ഇമോഷണലി ലോഡഡ് കൂടെയാണ്. അതായത് അയ്യപ്പന്റെ സ്വർണം കട്ടവനെ ഒരുത്തനെ ഞങ്ങൾ വെറുതെ വിടില്ല, അവസാനം വരെ പോകും എന്ന രീതിയിൽ ശക്തമായ നിലപാടെടുക്കുന്ന ഹൈക്കോടതി ഉള്ളതുകൊണ്ട് അവരിലെ അറസ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകണം. ദേവസ്വം ബോർഡിലെ ആൾക്കാർക്ക് ഇതിന് പങ്കുണ്ടാകും. ജയകുമാർ സാർ വരുമ്പോൾ എന്തായാലും ഒരു കാര്യം കൂടെ ഉറപ്പാണ്, ഇനിയും പഴയ രേഖകൾ അടക്കമുള്ള കാര്യങ്ങളൊന്നും മറച്ചു വെക്കാനൊന്നും പറ്റില്ല. ദേവസ്വം ബോർഡിന് പലപ്പോഴും അങ്ങനെ മറച്ചു വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ, 1000 ഉൾപ്പെടെ ക്രമരഹിതമാണ് എന്നതാണ് പറഞ്ഞിട്ടുള്ളത് രാഹുൽ. സാധ്യമാകും എന്നത് സംബന്ധിച്ച് ക്രമരഹിതമൊന്നും അല്ല, അതൊക്കെ മുഖ്യതാണ്. ഹൈക്കോടതിയുടെ അവസാന വിധി പോലും ഹൈക്കോടതി പറയുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല. അദ്ദേഹത്തിന് എന്തൊക്കെ സാധ്യമാകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ദേവസ്വം കൊള്ള നടത്തി, അതായത് ഇത് പ്രൊസീജിയറൽ എററോ ടെക്നിക്കൽ എററോ ഒന്നുമല്ല. ഹൈക്കോടതിയുടെ വിധിയിൽ ഹൈക്കോടതി എഴുതുന്നത് തന്നെയുണ്ട്. ഞങ്ങളും ആദ്യം വിചാരിച്ചത് ഇതെന്തോ ജാഗ്രത കുറവാണ്, പ്രൊസീജിയറൽ എറർ ആണെന്നാണ്. അങ്ങനെയൊന്നുമല്ല. ദേവസ്വത്തിന്റെ അറിവും സമ്മതത്തോടും കൂടി കൊള്ള നടത്തിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി എത്ര കട്ടു, എവിടൊക്കെ കൊണ്ടുപോയി കട്ടു, കൊണ്ടുപോയ സാധനങ്ങൾ എവിടെ? ഇപ്പൊ ശബരിമല ഇരിക്കുന്ന കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എനിക്കത് പറയുമ്പോൾ വേദനയുണ്ട്. ശബരിമല ഇരിക്കുന്ന നമ്മുടെ വാതിലാണെങ്കിലും ശബരിമലയിൽ ഇരിക്കുന്ന നമ്മുടെ ദ്വാരപാല ശില്പങ്ങളാണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. വേണമെങ്കിൽ ഭംഗിവൽക്കരിച്ച് റെപ്ലിക്ക എന്ന് പറയാം, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. മുമ്പുണ്ടായിരുന്ന 1.5 കിലോഗ്രാം മാറി 361 ഗ്രാമായി, മുമ്പുള്ള 2.5 കിലോഗ്രാം മാറി ഏകദേശം 400 ഗ്രാമായി. ഇപ്പൊ ഇരിക്കുന്ന സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതിന്റെ ഒറിജിനൽ എവിടെ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഈ പങ്കെടുത്ത ഓരോ ദേവസ്വം ഉദ്യോഗസ്ഥനെയും മെമ്പർമാരുണ്ടെങ്കിലും അവരെയും ജയിലിലേക്ക് അയക്കണം. എന്നാൽ മാത്രമേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തീരാ കളങ്കം ഉണ്ടാക്കിയ ഈ വിഷയം മാറുകയുള്ളൂ. ഓർക്കുക, ഭാരതകേസരി മന്നത്ത് പത്മനാഭനും R. ശങ്കറും
ഒക്കെ ഇരുന്ന കസേരയാണ്. ആലോചിച്ച് നോക്കുക, യുഗപുരുഷന്മാരായ യുഗപ്രഭാവന്മാരായ പിന്നീട് കേരള മുഖ്യമന്ത്രിമാർ പോലും ആയ ആൾക്കാരിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ദേവസ്വം മാഫിയെന്നും ചമ്പൽ കൊള്ളക്കാരെന്നും പറയുന്നത്. അത്രമാത്രം അധപ്പതിച്ചത് ഏറ്റവും വലിയ വേദനയാണ്. അതിൽ നിന്ന് ഉയർത്തിയെടുക്കാൻ ജയകുമാർ സാറിന് കഴിയട്ടെ. അയ്യപ്പന്റെ നിർണയമാണത്. നിയമനം ശ്രീ പിണറായി വിജയന്റെ ആയിരിക്കും. അയ്യപ്പന്റെ നിർണയമാണ്. ആ അയ്യപ്പന്റെ നിർണയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശുദ്ധിയും വിശുദ്ധിയും വിശ്വാസ്യതയും തിരിച്ചുകൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതിൽ ആദ്യം ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ മാത്രം നടന്ന തട്ടിപ്പാണോ എന്ന് സംശയം തോന്നിയിരുന്നുവെങ്കിൽ, പക്ഷേ സുഭാഷ് കപൂറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സുഭാഷ് കപൂറിന്റെ മോഡസ് ഓപ്പറാണ്ടിയിൽ നടന്ന ഒരു തട്ടിപ്പാണോ, അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടോ എന്ന സംശയം കോടതി ഉന്നയിക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഈ ഉരുപ്പടികൾ മുഴുവൻ പോയിട്ടുണ്ട് പുറത്ത്. അവിടെ ഇരിക്കുന്നതൊക്കെയും ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന തരത്തിലേക്ക്, അങ്ങനെ വിശ്വസിക്കേണ്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ വലിയ തട്ടിപ്പാണ് നടന്നത്. അത് ശബരിമലയിലെ മാത്രം കാര്യമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം പോയതും കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ തുടർ വിവരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടൊക്കെ എങ്ങനെയൊക്കെ തട്ടിപ്പുകൾ നടന്നു ഇല്ല എന്നതൊന്നും നമുക്ക് മുന്നിലില്ല. അപ്പോൾ മൊത്തത്തിലൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ഈ നടപടികൾ, ഈ കേസ് അന്വേഷണം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതൊരു ശരിയായ മാറ്റത്തിലേക്ക് നയിക്കുമെന്ന വിശ്വാസമുണ്ടോ? അല്ല, ഈ കേസിലെ ഹീറോ ഹൈക്കോടതിയാണ്. ഒരു സംശയവും വേണ്ട. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തപ്പോൾ ആൾക്കാരെല്ലാം അത്ഭുതപ്പെടുകയുണ്ടായി. ഒരുപക്ഷെ അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഹൈക്കോടതി സർക്കാരിനെ ഒന്ന് കൊച്ചാക്കുകയാണോ എന്ന് പോലും നിഷ്പക്ഷരായി നിൽക്കുന്ന പലരും ചിന്തിക്കുകയുണ്ടായി. പക്ഷേ ഹൈക്കോടതിയുടെ വലിയൊരു പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ആ രണ്ട് ബ്രില്യൻ്റായ ജഡ്ജിമാരാണ് യഥാർത്ഥത്തിൽ അയ്യപ്പസ്വാമിക്ക് വേണ്ടി പോരാടിയത്. രാജാ വിജയരാഘവൻ സാറും ജയകുമാർ സാറും. അവരുടെ പോരാട്ടമാണ്. രണ്ടാമത്തെ ഹീറോ മാധ്യമങ്ങളാണ്. നിങ്ങളടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ദിവസങ്ങളോളം ചർച്ച എടുത്താണ് ഈ വിഷയം വെളിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊരു പുതിയ മാറ്റമാകണം. ജയകുമാർ സാറിന് ക്ലീനപ്പ് ചെയ്യാൻ വലിയൊരു കഴിവുള്ള ആൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് പ്രഗത്ഭർ. ഇപ്പോൾ CPM ഭാഗത്ത് നിന്ന് സുധാരൻ സാർ വളരെ നല്ലതായിരുന്നു. നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ പേര് വിട്ടു, ഒരുപാട് പേര് അങ്ങനെ നല്ലതായിട്ടുള്ള ഒരുപാട്. രാജഗോപാലൻ സാർ വളരെ ഷാർപ്പ് ആൻഡ് പ്രിസൈസ് ആണ്. വലിയ വിശ്വാസിയൊന്നും ആയിരുന്നില്ലെങ്കിലും വളരെ ഷാർപ്പ് ആൻഡ് പ്രിസൈസ് കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ എല്ലാ പാർട്ടിയിൽ നിന്നും, അതേപോലെ കോൺഗ്രസിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ പ്രയാർ സാറിന്റെ വളരെ നല്ല ബോർഡായിരുന്നു, അജയ് തറയിൽ സാറിന്റെ അടക്കം. അങ്ങനെ എല്ലാ പാർട്ടിയിൽ നിന്നും നല്ല ആൾക്കാരുണ്ട്. അവിടെയാണ് നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറം ഇത് കാണാൻ പറ്റണം. അതായത് നമ്മുടെ NK പ്രേമചന്ദ്രൻജി ശബരിമലയ്ക്ക് വേണ്ടി ലോക്സഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ശ്രീ കുമ്മനം രാജശേഖരൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് അത് പിന്നീട് അദ്ദേഹത്തിന്റെ പാർട്ടി അടക്കം മറ്റൊരു നിലപാടിലേക്ക് അത് പറഞ്ഞെങ്കിലും അങ്ങനെയുള്ള മനസ്സുള്ളവരെയാണ് നമുക്ക് വേണ്ടത്. അത് തമിഴന്മാരെ നമ്മൾ കണ്ടുപിടിക്കണം. തമിഴ്നാട്ടിൽ AIADMKയും DMKയും BJPയും കോൺഗ്രസും എല്ലാവരും ഒരുമിച്ചാണ് അവരുടെ ജല്ലിക്കെട്ടിന്റെ പോരാട്ടത്തിന് വേണ്ടി വന്നത്. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടതാണ്. വളരെ കൗതുകമുള്ള കാഴ്ചയാണ്. AIADMKയും DMK പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ച് ഒരു കാറിൽ വന്നിറങ്ങി. സുപ്രീം കോടതിയുടെ മറ്റൊരു തെറ്റായ വിധിയായിരുന്നു, ഇതേ ദീപക് മിശ്രയുടെ വിധിയായിരുന്നു. അവിടെ തമിഴന്മാർക്ക് തങ്ങളുടെ ജല്ലിക്കെട്ട് തങ്ങളുടേതാണ് എന്നൊരു ചിന്തയുണ്ട്. രാഷ്ട്രീയം സെക്കൻഡറിയാണ്. നമുക്ക് നമ്മുടെ പള്ളിക്കെട്ടും ശബരിമലയും അതേപോലെ നമ്മുടെ അഭിമാനമാണ്. ആലങ്കാരികമായി പറഞ്ഞാൽ കേരളത്തിൽ ജനിച്ച ഏക ദൈവമാണ് അയ്യപ്പൻ. ആ അയ്യപ്പന്റെ ശബരിമല സംരക്ഷിക്കാൻ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു നിലപാടെടുക്കാൻ ഉള്ളൊരു മനസ്സ് നമുക്ക് വേണം. അതിന് BJPയും കോൺഗ്രസും CPMും ബാക്കി പാർട്ടികളും, മുസ്ലിം ലീഗ് ശബരിമല പ്രക്ഷോഭത്തെ ആദ്യം സപ്പോർട്ട് ചെയ്ത രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായി നിൽക്കണം. അങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ച് ആകട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടാകാം. കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമായ ഒരു നിലപാട് വേണം. പല അമ്പലങ്ങളിൽ ഇപ്പം ജസ്റ്റിസ് KT ശങ്കരനെ പോലെ വലിയൊരു ജഡ്ജി, ഹൈക്കോടതിയിലെ മഹാനായ ഒരു ജഡ്ജിയാണ് ഇപ്പോൾ അതിൻ്റെ ഇൻവെന്ററി എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. എത്ര അമ്പലങ്ങളിൽ നിന്ന് എത്ര പോയി? ഇപ്പം വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് 265 ഗ്രാം പോയി, 250ഓളം ഗ്രാം പോയി എന്നൊരു കണക്ക് വരുന്നുണ്ട്. വ്യത്യസ്ത അമ്പലങ്ങളിൽ നിന്ന് അങ്ങനെ പോയിട്ടുണ്ടാവും. നമുക്ക് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ, ഇൻവെന്ററി അടക്കമുള്ള കാര്യങ്ങൾ വരണം. എൻ്റെ പെറ്റീഷനിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നത്. അന്ന് PRO ആയിരുന്ന മുരളി സാറിനെ PIO ആയിട്ട് കൂടി നിയമിച്ചതാണ്. നമ്മുടെ അമ്പലങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ നടക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അമ്പലങ്ങളാകട്ടെ പള്ളികളാകട്ടെ വിശ്വാസികളുടെ കേന്ദ്രങ്ങളാണ്. നമ്മളിൽ 95% വിശ്വാസികളാണുള്ളത്. അപ്പോൾ ആ വിശ്വാസികളുടെ വിശ്വാസവും താല്പര്യവും സംരക്ഷിച്ച് വരണം, അക്കൗണ്ടബിലിറ്റി വരണം. അതിന് ഹൈക്കോടതിയുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ അതിശക്തമായൊരു മോണിറ്ററിംഗ് വേണം. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്നാണ് ഇവർ അടിച്ചുകൊണ്ട് പോയത്. നമ്മുടെയൊക്കെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഹൈക്കോടതിയുടെ നേരിട്ട് ഒബ്സർവേഷനുള്ള മാധ്യമ കണ്ണുകളുള്ള ശബരിമലയുടെ ശ്രീകോവിലിന്റെ മുമ്പിലിരിക്കുന്ന ദ്വാരപാല ശില്പങ്ങളുടെ ഒറിജിനൽ സാധനമാണ് ഈ പോറ്റി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനെ വെച്ച് ദേവസ്വത്തിലെ ചിലർ അടിച്ചു മാറ്റിയത്. അപ്പോൾ ഇത് സീരിയസ് ആയിട്ട് ഈ വിഷയം എടുക്കണം. അതൊരു ക്ലീനപ്പിന്റെ ആക്ട് ആകട്ടെ. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം സിൻസിയറിറ്റിയോടുകൂടി ഈ വിഷയം എടുക്കണം. അയ്യപ്പന്റെ സ്വത്ത്
തട്ടത് ആരാണെങ്കിലും അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകണം. ഇതൊരു മാതൃകയായി മാറണം, കീഴ്വഴക്കമായി മാറണം, പ്രസിഡന്റായി മാറണം. അങ്ങനെ ശക്തമായ രീതിയിൽ ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ക്ലീനപ്പ് ഉണ്ടാകൂ. ആ ക്ലീനപ്പ് വേണം. അത്രമാത്രം ഡാമേജ് ഈ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ പക്ഷേ രേണുകാജിക്കൊക്കെ ഓർമ്മയാണ്, നമ്മൾ ആരും ഇത്രയും സീരിയസ് ആണെന്ന് വിചാരിച്ചില്ല. എന്തൊക്കെയോ ചെറിയ പ്രൊസീജിയറിൽ എറർ ഉണ്ടായി കാണും എന്നാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ വിചാരിച്ചത്. പിന്നീടാണ് ഇത് കൊള്ളയാണെന്ന് ഉള്ളൊരു തിരിച്ചറിവിലേക്ക് വന്നത്. അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ വിശ്വസിക്കാൻ ഇപ്പൊ നേരത്തെ പറയുണ്ടായി, അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നു. അങ്ങനൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്ത് ചെയ്യാൻ പറ്റും? പോയ സാധനം പോയി എന്ന് പറയാൻ എന്ത് ചെയ്യാനാ? അങ്ങോട്ട് പോയപ്പോൾ 42 കിലോ, ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ 38 കിലോ. രണ്ട് സാധനമല്ലേ? ഓൾറെഡി 2.5 കിലോഗ്രാമും 1.5 കിലോഗ്രാമുമാണ് വാതിലിലും നമ്മുടെ ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം ക്ലാഡ് ചെയ്തിരുന്നത്. തിരിച്ചു വന്നത് 360-400 ഗ്രാമും പൂശിയതാണ്. തട്ടിപ്പ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. വിജയമല്യ തനി തങ്കത്തിൽ ക്ലാഡ് ചെയ്ത സാധനം ഇപ്പൊ ഇല്ല. ഇനി അത് മറിച്ചു വിറ്റോ മുറിച്ചു വിറ്റോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. SIT അത് അന്വേഷിച്ച് കണ്ടെത്തുമായിരിക്കും. അപ്പോൾ ഒരു കൊള്ള നടന്നു നമ്മുടെ ചരിത്രത്തിൽ. ഇതിന് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ നാഷണൽ മീഡിയയിലൊക്കെ പോകുമ്പോൾ ഇത്രയും ഷാർപ്പല്ല, കുറച്ചുകൂടെ ഒതുക്കത്തിലാ പറയണേ. കാര്യം നമ്മുടെ നാട്ടുകാരെ കുറ്റം പറയാം. പക്ഷെ വെളിയിലുള്ള ഒരാൾ നോക്കുമ്പം കേരളത്തിലെ ഒരു അമ്പലങ്ങളിൽ നിന്നാണ് ഈ കൊള്ള നടക്കുന്നത്. ശബരിമല വരുന്നതിൽ നല്ലൊരു ശതമാനവും 70% അന്യ സംസ്ഥാനത്തിലെ ഭക്തരാണ്. അവരെന്ത് വിശ്വസിച്ച് സ്പോൺസർഷിപ്പിന് വരും? ഇപ്പൊ CPM ഏകദേശം അയ്യപ്പ സംഗമം നടത്താൻ 5 കോടിയോളം മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ 3 കോടി ഇയർമാർക്ക് ചെയ്തു, ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു. ഇവർ പ്രതീക്ഷിച്ചത് സ്പോൺസർമാരുടെ കാശ് കിട്ടിയിട്ട് അതെല്ലാം തിരിച്ച് ദേവസ്വം ബോർഡ് കൊടുക്കാന്നാണ്. ആര് കാശ് തരാനാ? ഇത് കേട്ടാൽ നമ്മൾ ആര് കാശ് കൊടുക്കും? നമ്മളിപ്പോൾ തിരുപ്പതിയിൽ നമ്മൾ സ്ഥിരം പോകും. ഞാൻ തിരുപ്പതി പോകുന്ന ഒരാളാണ്. നാളെ തിരുപ്പതിയിൽ ഞാൻ കൊടുക്കുന്ന കാശ് വേറെ ആരെങ്കിലും മോട്ടിക്കാനാണെന്നും ഓൾറെഡി ഇരിക്കുന്ന സ്വർണ്ണം വരെ മോട്ടിച്ചു എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും കാശ് കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ നാണക്കേടാണ്. നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്രമിക്കുമെങ്കിലും വെളിയിൽ നമ്മളിതൊരു പക്വതയോടും കൈയടക്കത്തോടും കൂടി സംസാരിക്കണം. കാര്യം കേരളത്തിനും ശബരിമലയ്ക്കും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ ക്രൈസിസിനെ നമ്മൾ ഓവർകം ചെയ്യണം. ആ ഓവർകം ചെയ്യണം. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ വാതുവെപ്പ് വിവാദവും ഒക്കെ പോലെ ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഡയമെൻഷനിൽ കാണുന്നില്ല. ഒന്ന് തേർഡ് പാർട്ടിയായി കണ്ടാൽ മതി. ഒരു തമിഴന്റെ കണ്ണീന്നോ തെലുങ്കന്റെ കണ്ണീന്നോ കന്നഡക്കാരന്റെ കണ്ണീന്നോ ബോംബെയുടെ കണ്ണീ. ഇപ്പൊ വിവേക് ഓബ്രോ അടക്കമുള്ള ഹിന്ദി താരങ്ങൾ വരും. 1-2 അവരുമായിട്ട് ബന്ധപ്പെട്ടവർ വിളിച്ചു ചോദിച്ചു, എന്താ സ്വാമി നടക്കണേ അവിടെയെന്ന്. അപ്പൊ ആ കണ്ണിലൂടെ കാണണം. ശബരിമലയെ രക്ഷിച്ചെടുക്കണം. ദേവസ്വം ബോർഡിനെ തകർക്കുകയല്ല, ശുദ്ധീകരിക്കുകയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. തീർച്ചയായും.